എനിക്കറിയാം പള്ളിക്കറി ഇനിയും കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ഇതാ പള്ളിക്കറി കൂട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കാം. എംടെക് കഴിഞ്ഞ ഒരാള് എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഒരാള് മിൽ ബിസിനസ്സിലേക്ക് എത്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവം. 100% ഗ്യാരണ്ടി ആണ്. ഈ സാധനത്തിൽ ഒരു മായമോ ഉണ്ടാവൂല. നമ്മള് നല്ല ക്വാളിറ്റി ഓഫ് ഫുഡ്സ്, ഓഫേഴ്സ്, അങ്ങനെ എല്ലാ ടൈപ്സും നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ പൗഡേഴ്സ്, മസാലകൾ. അപ്പൊ ഇതെല്ലാം നമുക്ക് ബെസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ മായം ചേർക്കാത്തത്, കെമിക്കൽ ഇല്ലാത്തതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം വേണ്ടേ, പരിചയപ്പെടാം നമുക്ക്. നമ്മൾ 16 വർഷമായി കർഷകരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് പോയിട്ട് സാധനങ്ങൾ നോക്കിയിട്ട്. അതെ, കർഷകർ നമ്മൾ ബാഡഗി, ബെള്ളാരി, ആന്ധ്ര ബോർഡർ ഡയറക്റ്റ് പോയിട്ട് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് വറുത്ത് പൊടിച്ചിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിന്റെ ടേസ്റ്റ് എങ്ങനെ നോക്കിയിട്ട് അതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മളെ ഷോപ്പിലെല്ലാം കൊണ്ടുവന്നിട്ട് സപ്ലൈ ചെയ്യാം. പുതിയ അറിവ് കേട്ടോ. സാധാരണ അങ്ങനെ കർഷകരെടുക്ക പോയി കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതൊന്നും നമുക്ക് എടുത്തില്ലല്ലോ അല്ലെ. അപ്പൊ ആ ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രീമിയം സാധനം മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും, പ്രീമിയം സാധനം മാത്രമാണ് നമ്മൾ കസ്റ്റമറിലേക്ക് കൊടുക്കുന്നതും, പ്രീമിയം സാധനം മാത്രമാണ്. അപ്പൊ ഇത് 16 കൊല്ലമായി പറയുമ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ സ്ഥാപനമുണ്ട്? ഇതല്ലാതെ വേറെ സഹോദര സ്ഥാപനങ്ങൾ 5 എണ്ണം ഉണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഹെഡ് വിദ്യാനഗറാണ്. വിദ്യാനഗറിൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആർട്ടിഫിഷ്യൽ കളറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ സ്മെല്ലിന് വേണ്ടിയിട്ടൊന്നും ഒരു സംഭവങ്ങളും ഈ പ്രൊഡക്റ്റിന് 100% നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് പറയാൻ 100% ഗ്യാരണ്ടി ആണ്. ഈ സാധനത്തിൽ ഒരു മായമോ ഉണ്ടാവൂല. ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. റെസ്റ്റോറൻറ്റ്സിലോ ഹോട്ടൽസിലോ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക അല്ലെ. നമ്മ തന്നെ വാങ്ങി സാധാരണ നമ്മ പേടി കാരണം നമ്മളെ വീട്ടിലുണ്ടാക്കി, വീട്ടിൽ നിന്ന് ഉണക്കി, വീട്ടിൽ നിന്ന് അടുത്തുള്ള മില്ലിൽ പൊടിച്ചിട്ടെല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കലുണ്ട്. സാധാരണ കെമിക്കൽ വേണ്ടാന്ന് ചോദിച്ചു അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ മാളിയേക്കൽ മില്ല് വന്നിട്ടുണ്ടല്ലോ അല്ലെ. അതെ, ഹോട്ടൽസിലേക്കും റെസ്റ്റോറൻറ്റ്സിലേക്കെല്ലാം വേണ്ട ഷവർമ മസാല, മന്തി മസാല, ഗ്രിൽഡ് മസാല, അതുപോലെ അൽഫാം മസാല, അതെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിന് പുറമെ വീട്ടിലേക്കായാലും ഹോട്ടലിലേക്കായാലും ബീഫ് പള്ളിക്കറിക്കൂട്ട്, മട്ടൻ കറിക്കൂട്ട്, ചിക്കൻ കറിക്കൂട്ട്, ഫിഷ് മസാല കൂട്ട്, അതും നമുക്ക് ഇവിടുന്ന്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. തേങ്ങ എടുക്കുന്നതും തേങ്ങ പാലിന് എടുക്കുന്നതും കോക്കനട്ട് ഓയിലിന്റെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുടിക്കാൻ ഇപ്പൊ ബാഡ് കൊളസ്ട്രോൾ ഉള്ള ആള് ബാഡ് കൊളസ്ട്രോൾ പോകാൻ വേണ്ടിയിട്ട് ഡെയിലി രാവിലെ ഒരു സ്പൂണ് കഴിക്കാറുണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് കഴിക്കാറുണ്ട്. ഇത് ഒറിജിനൽ എന്താ പറഞ്ഞാൽ ഇതിന്റെ മെഷീൻ പ്രോസസ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഓൺ ഫാക്ടറി തന്നെയാണ്. കറക്റ്റ് പ്രോസസ് എല്ലാം കറക്റ്റ് എക്ദം പ്യൂറാണ്. നമുക്ക് അത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി സ്പൈസസ് ആണ്. ജാതിപത്രി, മെയ്സ്, നമ്മൾ തന്നെ ഇതെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ്. കാസർഗോഡിൽ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് മെയ്സ്. ക്ലോവ് കേരള ക്ലോവ് ആണ്. ഇത് കേരളത്തിൽ തന്നെ കറാമ്പ് ഇടുക്കിയിലും ഉണ്ടാകുന്നുണ്ട്, വയനാട്ടിലും ഉണ്ടാകുന്നുണ്ട്. വയനാട്ടില് ഡയറക്റ്റ് പോയിട്ട് കർഷകരെ കണ്ടിട്ട് നല്ല പ്രൊഡക്റ്റ് മാത്രം, പ്രീമിയം സാധനം മാത്രം പിക്ക് ചെയ്തിട്ട് എടുക്കും. ഇത് സിലോൺ സിനമൺ പട്ട, കറുവപ്പട്ടന്റെ ഒറിജിനൽ കറുവപ്പട്ട എന്ന് പറഞ്ഞ സാധനമാണ്. ഗോതമ്പ് പുട്ടുപൊടി അല്ലേ? അതെ. ഇത് നമ്മൾ ചെയ്യുന്നത്, ഇതിന്റെ പ്രോസസ്സ് എന്താന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം ഇത് കഴുകും. ഗോതമ്പിനെ കഴുകിയതിന് ശേഷം ഇതിന്റെ തൊലിയെടുത്തതിന് ശേഷം പൊടിച്ചിട്ട് വറക്കുന്നതാണ് ഈ ഗോതമ്പ് പുട്ടുപൊടി. ഇതിന്റെ ബാക്കിൽ കുറെ പ്രോസസ് ഉണ്ടല്ലേ? ഇതിന്റെ ബാക്കിൽ ഇത് അത്രയും ക്ലിയർ ആയിട്ട് ചെയ്യുന്നതാണ്. അത്ര നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരെ ഈ സാധനം കൊടുക്കാൻ പറ്റും. കാസർഗോഡ് ഒട്ടുമിക്ക മുൻനിരയിലുള്ള പള്ളിക്കറി ഉണ്ടാക്കുന്ന ആൾക്കാർക്കെല്ലാം സാധനം സപ്ലൈ ചെയ്യുന്നുള്ളത് നമ്മളാണ്. നമ്മളെ ഷോപ്പിൽ നിന്നാണ്, നമ്മളെ കാസർഗോഡ് ഷോപ്പിൽ നിന്നാണ് പോകുന്നത്. നമ്മള് എല്ലാ സ്ഥലത്തേക്കും, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഈ സാധനം പ്രൊഡക്റ്റ് നല്ല പാക്ക് ചെയ്തിട്ട് DTD എല്ലാ കൊറിയർ സർവീസുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഇവരുടെ മസാല വെച്ചിട്ടുള്ള കുക്കിംഗ് റെസിപ്പി നിങ്ങൾക്ക് മാളിയേക്കൽ ഫുഡ്സ് ആൻഡ് സ്പൈസ് എന്ന യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റൂട്ട. അപ്പൊ ഇതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കാഞ്ഞങ്ങാട് മടിയനിലെ മാണിക്കോത്ത് ജുമാ മസ്ജിദിന്റെ നേരെ ഓപ്പോസിറ്റ് മാളിയേക്കൽ സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സ്.